കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് BJPയുടെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. അതായത് ജോസ് കെ മാണിയെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നും രാജ്യസഭാ അംഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതിന് പ്രധാനമായും വയ്ക്കുന്ന BJPയുടെ ഫോർമുല എന്നത് ജോസ് കെ മാണിയുടെ പാർട്ടിയെ BJPയിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ്. അത് പരിപൂർണമായി നടക്കില്ല എന്നുള്ളത് ജോസ് കെ മാണിക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ N ജയരാജും പ്രമോദ് നാരായണനും മാത്രമേ കാണൂ എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളും റോഷി അഗസ്റ്റിനും ചേർന്ന് UDFയിലേക്ക് പോകാനും തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇനി BJPയുടെ തണലല്ലാതെ ശോഭിക്കാൻ വലിയ സാധ്യതയില്ല. അങ്ങനെ പിതാവായി നേടിയെടുത്ത വെട്ടിപ്പിടിച്ച എല്ലാ രാഷ്ട്രീയ മേൽവിലാസങ്ങളും സ്വന്തം മകൻ അങ്ങനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. KM മാണിയുടെ നോട്ടെണ്ണൽ മെഷീൻ മാത്രം ഇനി കണ്ടുകിട്ടാനുള്ളൂ എന്ന രീതിയിലാണ് പരക്കെ എല്ലാവരും ആക്ഷേപിക്കുന്നത്. നമുക്കറിയാം UDFനെ എന്തുമാത്രം ചതിച്ച വ്യക്തിയാണ് KM മാണി എന്നുള്ളത്. KM മാണിയെ നെഞ്ചുകൊടുത്താണ് UDF MLAമാർ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന ബജറ്റ് അവതരിപ്പിക്കാൻ ചാൻസ് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം നാണം കെട്ട് രാജിവെക്കുന്ന സാഹചര്യമായിരുന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചരൽക്കുന്നിൽ വെച്ചൊരു സംസ്ഥാന സമ്മേളനം നടത്തി കേരള കോൺഗ്രസ് എം ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു, ഇനി UDFനോടൊപ്പം ഇല്ല എന്ന് പറയുകയും ചെയ്തു. വാസ്തവത്തിൽ KM മാണി കാണിച്ചത് രാഷ്ട്രീയ കൊലച്ചതി തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട എന്നുള്ളത് ഇപ്പോഴും VD സതീശൻ അടക്കമുള്ളവർ തുറന്നടിക്കുന്നുണ്ട്. എന്നിട്ടും രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ KM മാണിയുടെ മകനോട് മോശമായി ഒന്നും തന്നെ UDF നേതാക്കൾ ആരും പിന്നീടും പെരുമാറിയിട്ടില്ല. എന്നാൽ KM മാണിയുടെ മകൻ്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ UDF തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും LDFയിലേക്ക് ചേർന്നു. എന്നാൽ KM മാണിയുടെ മകനായ ജോസ് കെ മാണി 2 തവണയായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ MP ആയിട്ടും, അതായത് പാലാ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന കോട്ടയത്തിൻ്റെ MP ആയിട്ടും പാലാ ജനങ്ങൾ ജോസ് കെ മാണിയെ കൈവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,000-ലേറെ വോട്ടുകൾക്കാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ തറ പറ്റിച്ചത്. അതോടുകൂടിയാണ് ഇനി BJPയിലല്ലാതെ ഭാവിയില്ല. കാരണം LDF ആണെങ്കിൽ ഇനി രാജ്യസഭാ സീറ്റൊട്ടും കൊടുക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു വീർപ്പുമുട്ടലിലാണ് ജോസ് കെ മാണിയും കുടുംബവും. ഇനി എന്ത് ചെയ്യും എന്നതാണ് ഭാര്യ നിഷ ജോസ് കെ മാണിയും ചോദിക്കുന്നത്. സ്വന്തം ഭർത്താവിന് മേൽവിലാസമില്ല എങ്കിൽ ഇനി വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചേക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാരായി വെട്ടിപ്പിടിച്ച സ്വത്തുക്കൾ കൊണ്ട് എന്ത് കാര്യം എന്നതാണ് അവരുടെ ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം. അതായത് കുടുംബ സ്വത്ത് 5 തലമുറയ്ക്ക് സുഖിച്ച് ജീവിക്കാനുള്ളതുണ്ടെങ്കിലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലെങ്കിൽ അദ്ദേഹത്തിന് നേരാവണ്ണം ഉറങ്ങാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്.